നമസ്കാരം. ട്രഡീഷണലി കേരളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബുധനാഴ്ച രാത്രിയാണ്. നാളത്തേക്ക് വേണ്ടി വിളക്കൊക്കെ തുടച്ച് പൂജാമുറിയൊക്കെ വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചു. ചില ദിവസങ്ങളിൽ തലേദിവസം ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. പഴയ പൂവും തിരിയും എല്ലാം ഒരു പേപ്പറിൽ ഇട്ട് വയ്ക്കും. വിളക്കുകളെല്ലാം എന്നിട്ട് തുടച്ച് വയ്ക്കും. എണ്ണ പഴയത് ഉണ്ടെങ്കിൽ ഒരു കുപ്പിയിൽ ആക്കി വയ്ക്കും. ചിലപ്പോൾ തിരിയും കൂടി അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് വയ്ക്കും. അടുപ്പ് കത്തിക്കാനായിട്ടാണ് ഇത് എടുക്കണം കേട്ടോ, വേറെ ഒന്നിനും ഉപയോഗിക്കാറില്ല. എന്നിട്ട് വിളക്കുകളെല്ലാം തുടച്ച് വെച്ചു. കുറച്ച് പൂക്കൾ പറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നാളെ രാവിലെ വെളുപ്പിനെ എഴുന്നേൽക്കുന്നത് കാരണം പോയി പറിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ട് തലേദിവസം തന്നെ ഇങ്ങനെ ചിലപ്പോൾ പറിച്ച് വയ്ക്കും. അത് ചെമ്പരത്തിപ്പൂ മാത്രമേ പറിച്ച് വയ്ക്കാറുള്ളൂ, ബാക്കിയെല്ലാം വാടിപ്പോവും. ഇതാകുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ച് പറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി കിണ്ടിയും നിവേദ്യത്തിൻ്റെ പാത്രവും എല്ലാ ദിവസവും കഴുകി വയ്ക്കും. പൂജാമുറിയെല്ലാം തുടച്ചു. കുലദൈവത്തിൻ്റെ കുടം അത് രാവിലെയാണ് കഴുകുന്നത്. തലേദിവസം അതിൻ്റെ വെള്ളം കളഞ്ഞ് കഴുകി വയ്ക്കാറില്ല കേട്ടോ. അതിൻ്റെ വെള്ളമാണല്ലോ നമ്മൾ ദൈവമായിട്ട് സങ്കല്പിച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പം അതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് കുടം വെറുതെ കഴുകി അങ്ങനെ വയ്ക്കാറില്ല. അന്നന്ന് രാവിലെ തന്നെയാണ് കഴുകിയെടുക്കുന്നത്. രാവിലെ ആദ്യം വെളിയിൽ വിളക്ക് വെച്ചു. അതിനുശേഷം പൂജാമുറിയിൽ വന്നിട്ട് വിളക്കുകളെല്ലാം കൊളുത്തി. ചന്ദനത്തിരി കൊണ്ടാണ് വിളക്കുകളെല്ലാം കൊളുത്തുന്നത്. എല്ലാവർക്കും കൈത്തിരി, എല്ലാ വീട്ടിലും കൈത്തിരി അല്ലെങ്കിൽ കൊടിവിളക്ക് കാണണമെന്നില്ലല്ലോ. പക്ഷേ നമ്മൾ വിളക്ക് കത്തിക്കുമ്പോഴത്തേക്ക് എല്ലാ വീട്ടിലും ചന്ദനത്തിരി കാണും. തീപ്പെട്ടി ഉപയോഗിച്ചിട്ട് വിളക്ക് തെളിയിക്കുന്നതിനേക്കാൾ നല്ലത് ചന്ദനത്തിരി കൊണ്ട് തെളിയിക്കുമ്പോഴത്തേക്ക് ഒരു പോസിറ്റിവിറ്റി എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി അത് ബുദ്ധിമുട്ടുള്ളവർ കൊടിവിളക്കില്ല എന്നുണ്ടെങ്കിൽ ഒരു ചിരാതിൽ ഒരു തിരിയിട്ടിട്ട് ആ ചിരാത് കൊണ്ടിട്ട് വിളക്ക് തെളിയിക്കുക കേട്ടോ. ചന്ദനത്തിരി ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് എരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം അതിൽ ഒന്ന് തേച്ചെടുത്താൽ മതി. കുറച്ച് അധികം നേരം എരിയുകയും ചെയ്യും. തീ അങ്ങനെ ആളിൽ കത്തുകയുമില്ല. ഇന്ന് എൻ്റെ ബ്രഹ്മമുഹൂർത്ത പൂജയുടെ 25-ാം ദിവസമാണ്. വ്യാഴാഴ്ച ആയിരുന്നു. വ്യാഴാഴ്ച ആയതുകൊണ്ട് വിഷ്ണു ഭഗവാന് നെയ്വിളക്കാണ് തെളിയിച്ചത്. ഓരോരുത്തർക്കും പ്രാധാന്യമുള്ള ദിവസങ്ങളിൽ നെയ്വിളക്ക് തെളിയിക്കുന്നത് നല്ലതാണ് കേട്ടോ. വിളക്ക് തെളിയിച്ചതിന് ശേഷം ആദ്യം അഭിഷേകമാണ് ചെയ്യുന്നത്. ഗണപതി ഭഗവാനും മഹാദേവനെയും അഭിഷേകം ചെയ്തു. അതിനുശേഷം നല്ലതായിട്ട് വെള്ളത്തിലൊന്ന് കഴുകിയെടുത്ത് നന്നായിട്ട് തുടച്ച് കുങ്കുമവും ചന്ദനവും ഒക്കെ ചാർത്തി. ചന്ദനം ചാർത്തുമ്പോഴത്തേക്ക് ചന്ദനത്തിൽ കുറച്ച് പനിനീര് ചേർത്ത് കുഴച്ചിട്ടാണ് ഞാൻ തൊടുന്നത്. ചിലപ്പോൾ അതിൻ്റെ അകത്ത് ജവാദും പച്ചക്കർപ്പൂരവും ചേർക്കാറുണ്ട്. അതിനുശേഷം എല്ലാവർക്കും ധൂപാരാധന ചെയ്തു. പൂക്കൾ സമർപ്പിച്ചു. ചെമ്പരത്തി, ചെത്തി, വെളുത്ത പൂക്കൾ, ശംഖുപുഷ്പം, മറ്റുള്ള പൂക്കൾ എന്നിവ എല്ലാവർക്കും ഉപയോഗിക്കാം. പക്ഷേ ഗണപതി ഭഗവാന് തുളസി സാധാരണ ഉപയോഗിക്കാറില്ല. തുളസി ഉപയോഗിക്കാറില്ല ഗണപതി ഭഗവാന്. ഏത് പൂജയാണെങ്കിലും തുളസി നമ്മൾ ഉപയോഗിക്കാറില്ല. മഹാദേവനും തുളസി ഉപയോഗിക്കാറില്ല. തുളസി ഏറ്റവും പ്രധാനപ്പെട്ടത് ദേവിക്കും മഹാവിഷ്ണുവിനും വെങ്കടേശ്വര ഭഗവാൻ അങ്ങനെയാണ് തുളസി സാധാരണ ഉപയോഗിക്കുന്നത്. മഹാദേവന് കൂവളത്തിലെയും തുമ്പപ്പൂവും പ്രധാനമാണ്. സുബ്രഹ്മണ്യ സ്വാമിക്കാണെങ്കിൽ ചുവന്ന പൂക്കളാണ് പ്രധാനം. പിന്നെ നമ്മുടെ വീട്ടിലുള്ള പൂക്കൾ ഏതാണെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പ്രധാനമായിട്ടും മണമുള്ള പൂക്കൾ, നമ്മുടെ വീട്ടിലുണ്ടാകുന്ന വെളുത്ത പൂക്കൾ, അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ധൂപാരാധന ചെയ്തതിന് ശേഷം നിവേദ്യം നൽകി. നിവേദ്യം നമുക്ക് ഇഷ്ടമുള്ള നിവേദ്യം കൊടുക്കാം കേട്ടോ. നമ്മുടെ വീട്ടിൽ എന്താണോ ഉള്ളത്, എല്ലാ വീട്ടിലും സാധാരണ പാലുണ്ടാവുമല്ലോ. ഒരു ഗ്ലാസ് പാല് കാച്ചി അത് വെക്കുകയോ അല്ലെങ്കിൽ കുറച്ച് കൽക്കണ്ടം, കുറച്ച് മുന്തിരി, ഉണക്കമുന്തിരി, കുറച്ച് അണ്ടിപ്പരിപ്പ്. ഞാൻ ഉപയോഗിക്കുന്നത് ഈന്തപ്പഴമാണ്. ഈന്തപ്പഴം ഞാൻ 1 കിലോ വാങ്ങിച്ച് വെച്ചേക്കും. ഒരു സെപ്പറേറ്റ് ഒരു ടിന്നിലാക്കി വെക്കും. അതാണ് ഞാൻ എല്ലാ ദിവസവും ഒരു 3-4 എണ്ണം വീതം നിവേദ്യമായിട്ട് നൽകുന്നത്. അല്ലെങ്കിൽ ഉണ്ടാക്കി വെക്കാനായിട്ട് ഇഷ്ടമുള്ളവർ, അല്ലെ അതിനുള്ള സമയവും സൗകര്യവും ഉള്ളവർ നിവേദ്യം എല്ലാം ഉണ്ടാക്കി നൽകാം. അതിന് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇങ്ങനെയാണെങ്കിലും ചെയ്യാം.
നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് എടുക്കാൻ പാടില്ല. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വാങ്ങിച്ചിട്ട് മാറ്റി വെക്കണം കേട്ടോ. ഇപ്പോൾ പഞ്ചസാരയാണെങ്കിൽ നമ്മൾ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഒരു കുഞ്ഞു ഡപ്പിയിലാക്കി നമുക്ക് പൂജാമുറിയിൽ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും വാലായ്മ ആകുമ്പോഴത്തേക്ക് തൊടാതെ ഒരു സ്ഥലത്ത് നമുക്ക് കൊണ്ടുവയ്ക്കാം. എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഓരോ സ്പൂൺ വീതം നമുക്ക് എടുത്ത് നിവേദ്യമായിട്ട് നൽകാവുന്നതാണ്. അതിനുശേഷം ദീപാരതി ചെയ്തു. ദീപാരതി ചെയ്യുമ്പോഴത്തേക്ക് നെയ്ദീപാരതിയാണ് ചെയ്യുന്നത്. ദീപാരാധന ചെയ്തിട്ട് താമ്പൂലം വയ്ക്കാനായിട്ട് വെറ്റില മുകളിൽ പോയി പറിച്ചുകൊണ്ട് വന്നു. താമ്പൂലത്തിനായിട്ട് 2 വെറ്റിലയാണ് വേണ്ടത്. കീറിയതും ദ്വാരങ്ങളുള്ളതും തുമ്പ് പൊട്ടാത്തതും ഒക്കെ ആവണം എടുക്കാനായിട്ട്. ഞെട്ട് കിള്ളി എടുത്തിട്ട് വയ്ക്കണം. 2 വെറ്റില, 2 പാക്ക്, 1 നാണയം, 1 രൂപയുടെ ആണ്. അങ്ങനെയാണ് വയ്ക്കുന്നത്. പിന്നെ വെറ്റില പറിക്കാൻ പോയപ്പോഴത്തേക്ക് ഒരു പൂവും കൂടെ കിട്ടിയായിരുന്നു, അതും കൂടെ വെച്ചിട്ടുണ്ട്. പാക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കൊട്ടപ്പാക്ക് എടുക്കാവേ. ഇതുപോലെ പാക്ക് വാങ്ങിച്ചിട്ട് 3-4 വാങ്ങിച്ചിട്ട് അത് തൊലിയെല്ലാം കളഞ്ഞ് ഉണക്കി നമുക്ക് എടുത്ത് വയ്ക്കാം. എന്നിട്ട് ഓരോ ദിവസവും ഉപയോഗിച്ചതിന് ശേഷം അത് തന്നെ വീണ്ടും നമുക്ക് കഴുകിയെടുത്തിട്ട് ഉപയോഗിക്കാവേ. താമ്പൂലം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അവസാനം കർപ്പൂര ആരാധന ചെയ്തു പൂജ അവസാനിപ്പിച്ചു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. എല്ലാവർക്കും ശുഭദിനം. നന്ദി.